നമസ്കാരം. രതീഷ് കക്കാടൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേന്ദ്ര ഗവൺമെൻറ് മുംബൈയിൽ സംഘടിപ്പിച്ച പ്രധാനമന്ത്രി മോദിജി പങ്കെടുത്ത പരിപാടിയിൽ തിരുവാതിര അവതരിപ്പിച്ച ടീം ശങ്കരനാരായണ വാനോർഡി ടീമാണ് എൻ്റെ കൂടെയുള്ളത്. ആദ്യമേ നമുക്ക് ടീമിനെ പരിചയപ്പെടാം. എൻ്റെ പേര് ജയ, എൻ്റെ പേര് സുകന്യ, എൻ്റെ പേര് റീന, എൻ്റെ പേര് ശരണ്യ, എൻ്റെ പേര് വിദ്യ, എൻ്റെ പേര് അഞ്ജലി, എൻ്റെ പേര് പുഷ്പ, എൻ്റെ പേര് അർച്ചന. നിങ്ങൾ എത്ര വർഷമായി തിരുവാതിര ടീം തുടങ്ങിയിട്ട്? നമ്മളിപ്പം ഏകദേശം 10-15 വർഷത്തോളമായി നമ്മൾ ഈ തിരുവാതിര ടീം തുടങ്ങിയിട്ട്. പിന്നെ ഇതേ പേരിൽ തന്നെയാണ്, അതെ, ശ്രീ ശങ്കരനാരായണ മധുരമേ എന്ന പേരിൽ തന്നെയാണ് നമ്മളിത് ഇപ്പോഴും തുടർന്നു കൊണ്ട് പോകുന്നത്. പിന്നെ നമ്മളെ ഇങ്ങനെ ഈ തിരുവാതിര ടീം ഇങ്ങനെ ആക്കി തന്നെ നമുക്ക് 2 ടീച്ചേഴ്സാണ്. പിന്നെ രമമ്മ, രമ ടീച്ചർ, പിന്നെ ലത രമമ്മ എന്ന് വിളിക്കും, ലതമ്മ എന്ന് വിളിക്കും. ഇത് നിങ്ങൾ നമുക്കിനി തിരുവാതിര ടീമിൻ്റെ ടീച്ചേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, എൻ്റെ പേര് ലതാ സതീഷ്. നമ്മൾ ഈ തിരുവാതിര തുടങ്ങിയിട്ട് ഏകദേശം 10-15 വർഷത്തോളമായി. മധുരംഗൈ ടീം ശങ്കരനാരായണ എന്ന പേരിലാണ് നമ്മുടെ ഈ തിരുവാതിര ട്രൂപ്പിനെ അറിയപ്പെടുന്നത്. ഒരുപാട് കഴിവില്ലാത്ത കുട്ടികളെ എല്ലാം കൂർത്തിണക്കിക്കൊണ്ട് നാനാജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുണ്ടാക്കിയ ഒരു ടീമാണ് ടീം ശങ്കരനാരായണ മധുരംഗൈ. അങ്ങനെ നമ്മൾ 15 വർഷത്തോളമായി. ആദ്യമായിട്ട് കളിച്ചു വന്നത് ഈ അമ്പലത്തിൽ മാത്രമാണ്. പിന്നെ പുറത്തുള്ള സ്റ്റേജിലും പുറത്തുള്ള അമ്പലങ്ങളിലെല്ലാം നമ്മൾക്ക് അവസരം കിട്ടി. ഇത്രയും ഉയരങ്ങളിലെത്താൻ സാധിച്ചത് ശങ്കരേശ്വരത്തപ്പൻ്റെ കൃപാ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അടുത്തതായി രമ ടീച്ചർ. എൻ്റെ പേര് രമ. ഞാൻ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിലും എനിക്കിതൊരു സന്തോഷമാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാവരും വളരെ തൃപ്തിയോടെ പഠിപ്പിക്കുന്നു. എല്ലാ കുട്ടികളും നല്ല കുട്ടികളാണ്, എല്ലാം പറഞ്ഞ പോലെ അനുസരിക്കുന്നുണ്ട്. എത്ര നമുക്കിനി ഇവർ മുംബൈ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമ്മൾ മുംബൈയിലേക്ക് പ്രധാനമന്ത്രി മോദിജി പങ്കെടുത്ത ഇത്രയും നല്ലൊരു വേദിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് പിന്നെ പാലക്കുന്ന് കർമ്മ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ പ്രൊപ്പറേറ്ററായ പ്രജീഷ് മാഷിലൂടെയാണ് നമുക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയത്. അതിന് ആദ്യമേ പ്രജീഷ് മാഷിനോട് വലിയൊരു താങ്ക്സ്, 1000 താങ്ക്സ്. പിന്നെ നമുക്ക് സ്വപ്നം കാണാൻ കൂടിയും പറ്റില്ല, ഇത്ര നല്ലൊരു വേദി, ഇത്രയും വലിയൊരു വേദി നമുക്ക് സ്വപ്നം കാണാൻ കൂടിയും പറ്റില്ല. പക്ഷേ അത്രത്തോളം നമ്മൾ എത്തിച്ചേർന്നു. ശ്രീ ശങ്കരനാരായണ ടീം എത്തിച്ചേർന്നതിൽ നമ്മൾ വളരെ വളരെ അഭിമാനപൂർവ്വം നമ്മൾ ഇവിടെ പറയുന്നു. പിന്നെയെന്ന് ചോദിച്ചാൽ അവിടുത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും. അവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നല്ല എക്സ്പീരിയൻസാണ്. നമ്മൾ ഏകദേശം 8-9 ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്നു. നമുക്കൊരു 5 പൈസ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും എല്ലാം, പിന്നെ അവിടെ പ്രാക്ടീസും കാര്യങ്ങളും എല്ലാം നമുക്ക് അത്ര വലിയ ടീം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ മൊത്തം ഒരു 700 കലാകാരന്മാർ ഒത്തുകൂടി ചേർന്ന ഒരു പരിപാടിയായിരുന്നു. നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ നാനാവിധ പിന്നെ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ നമുക്ക് എല്ലാവരും കൂടി ഒത്തുചേർന്ന് കാണാൻ പറ്റിയ ഒരു വലിയൊരു വേദിയാണ് പിന്നെ പ്രധാനമന്ത്രിയുടെ വേവ്സ് എന്ന പ്രോഗ്രാമിൽ നമുക്ക് കാണാൻ പറ്റിയത്. അത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത്രയും നല്ലൊരു വേദി. കാരണം പഞ്ചാബി, സിഖ് അങ്ങനെ പല ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി. നമ്മൾ ഫുൾ എൻജോയ് ചെയ്തു നമ്മളവിടെ. അപ്പം പിന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരുവാതിരയാണ് അവിടെ അവതരിപ്പിച്ചത്. പിന്നെ നല്ലൊരു അനുഭവം, നല്ലൊരു എക്സ്പീരിയൻസ് കാര്യങ്ങളായിരുന്നു. എൻ്റെ അനുഭവത്തിൽ വെച്ചിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ടീമിൻ്റെ മറ്റു മെമ്പറുകൾ പറയും. പിന്നെ നിങ്ങൾ മാത്രമാണോ ഇവിടുന്ന് ഈ പരിപാടി പങ്കെടുക്കാൻ പോയത് ബോംബെയിൽ? അല്ല, വേറെ ആരുണ്ടായി? കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ഈ തിരുവാതിര അല്ലാതെ വേറെ ഏത് ഐറ്റംസ്? കളരി, തെയ്യം, അതേപോലെ തന്നെ തിരുവാതിര നമ്മളിത്, പിന്നെ പുലിക്കളി, അതൊക്കെ ശിങ്കാരിമേള, 5 ഐറ്റം. അവിടുത്തെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലത്തെ നിങ്ങൾക്ക് അവിടെ പോയി ഭാഷ അറിയോ? ഈ മലയാളം അല്ല, ഹിന്ദി അറിയോ? ആളുണ്ടായിട്ടുണ്ടാവല്ലോ അല്ലേ? ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. നമ്മുടെ പയ്യന്നൂർ പിന്നെ ഫോക്ലോർ അക്കാദമിയുടെ പിന്നെ ഷിഹാബ് സാറ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ലോണം നമ്മളെ പിന്നെ ഷിഹാബ് സാറായിരുന്നു ഇതിൻ്റെ ഹെഡ്. അപ്പം അദ്ദേഹം നല്ലോണം ഹെൽപ്പ് ചെയ്തു, നമ്മളെ നല്ലോണം കെയർ ചെയ്തു. അപ്പം അദ്ദേഹത്തിനും വലിയൊരു താങ്ക്സ്.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സാറിനാലും നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്, പക്ഷെ അങ്ങനെയില്ല ആ ഒരു പിന്നെ ഇതായിരുന്നില്ല സാറിന് നമ്മളോട്. നല്ലൊരു പിന്നെ എത്രയോ കൊല്ലങ്ങളായിട്ട് പരിചയമുള്ളത് പോലെയാണ് സാറ് നമ്മളോട് പെരുമാറിയതും നല്ലൊരു കെയർ തന്നതൊക്കെ. അതിന് ഷിഹാബ് സാറിനോട് നല്ലൊരു താങ്ക്സ് ആണ്. ഈ പരിപാടിയിൽ മോദിജിയെ കൂടാതെ വേറെ പ്രമുഖ വ്യക്തികൾ ആരൊക്കെ? സിനിമ, രാഷ്ട്രീയം, മറ്റു മേഖലകൾ? അതിൽ ഒരുപാട് പേരുണ്ടായി. ചിത്ര, രജനീകാന്ത്, ചിരഞ്ജീവി കാണാൻ പറ്റിയത് ഇതെല്ലാം ഒരു ദിവസമല്ല, നമുക്ക് ഒരു ദിവസമല്ല, ഓരോ ദിവസം ഇവരൊക്കെ ഇങ്ങ് കണ്ടിട്ടുണ്ടോ? പിന്നെ വെച്ചാൽ എല്ലാവരും ഇപ്പം പിന്നെ മോഹൻലാൽ സാറാവട്ടെ, ലാൽ സാറാവട്ടെ, പിന്നെ രജനീകാന്ത് സാറാവട്ടെ, അവരൊക്കെ ഓരോരോ ദിവസങ്ങളിൽ ഇങ്ങനെ ഒന്നിച്ച് രണ്ട് വ്യക്തികളും പിന്നെ അക്ഷയ് കുമാറാണ് ഹിന്ദി സിനിമയുടെ അക്ഷയ് കുമാർ ആങ്കർ ചെയ്തിട്ട് അങ്ങനെ അവർ ചോദിക്കുന്നത്, അങ്ങനെയുള്ള ആ ഒരു ഓരോ ദിവസങ്ങളിലായിരുന്നു ഇത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്ന പരിപാടി. എല്ലാ ദിവസവും അക്ഷയ് കുമാർ ഉണ്ടോ? ഇല്ല ഇവർക്ക് പിന്നെ മോഹൻലാൽ സാറിനും കൂടി ഉള്ളതാണ് അക്ഷയ് കുമാർ. അങ്ങനെ ഓരോരോ ദിവസം ഓരോരോ അങ്ങനെയാണ് അവർ ഇന്റർവ്യൂ ചെയ്ത് അവരെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി മുംബൈയിൽ എവിടെ വെച്ച് നടന്നത്? നിത അംബാനിയുടെ ജിയോ വേൾഡ് കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു പരിപാടി നടന്നത്. നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു പരിപാടിയായിരുന്നത്. വളരെ സന്തോഷമുണ്ട്. നമ്മളിവിടുന്ന് കേരളത്തിൽ നിന്ന് ഒരു ബസ്സിൽ കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള കലാകാരന്മാർ ഒത്തൊരുമിച്ച് ഒരു ബസ്സിൽ യാത്ര ചെയ്തിട്ടാണ് ബോംബെയിൽ എത്തിയത്. ബോംബെയിൽ നമ്മുടെ ടീം ഒരു 9ഓളം ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് ഈ പരിപാടി അവതരിപ്പിച്ചത്. നമ്മുടെ നാട് മധുരംഗൈ, ശ്രീ ശങ്കരനാരായണ മധുരംഗയുടെ പേര് ഇത്രയും ബോംബെ വരെ എത്തിക്കാൻ പറ്റിയത് തന്നെ നമുക്ക് ഈ നാടിന് നൽകാൻ പറ്റുന്ന വലിയൊരു അഭിമാനമായിട്ടാണ് നമ്മുടെ ടീം കാണുന്നത്. നമ്മുടെ ടീമിന് ഈ പേര് നൽകിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്രയും വലിയൊരു വേദി നമ്മൾക്ക് കിട്ടിയത്. ഇനിയും ഒരുപാട് അവസരങ്ങൾ നമ്മളെ വിളിക്കുന്നുണ്ട്. നമ്മൾ ഒത്തൊരുമിച്ച് പോകാൻ കഴിയുമെങ്കിൽ നമ്മൾ ഇനിയും മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചാണ് ടീം മുന്നോട്ട് പോകുന്നത്. ഇനി തിരുവാതിര കൂടാതെ വേറെ എന്തെങ്കിലും? നമ്മൾ സിനിമാറ്റിക് ഡാൻസ് ചെയ്യും, സെമി ക്ലാസിക്കൽ ചെയ്യും. തിരുവാതിര ആണ് മെയിൻ. തിരുവാതിരയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ പ്രൊഫഷണലായി പോയിക്കൊണ്ടിരിക്കുന്നത് കൈകൊട്ടിക്കളിയാണ്. തിരുവാതിര ടീമിൽ ഇനിയും ആൾക്കാർ നമ്മളെ കൂടെ ചേരാനുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളുടെ സിനിമാറ്റിക് ഡാൻസ് കളിച്ചിട്ടുണ്ട്, ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്നവരുണ്ട്. എല്ലാം നമ്മൾ ശങ്കരനാരായണ എന്ന് പറയുന്ന ഒരു ടീമിൽ എല്ലാ ഐറ്റവും ക്ലാസിക്കലായാലും പിന്നെ ഇതിൽ തിരുവാതിര ആയാലും കൈകൊട്ടിക്കളി ആയാലും എല്ലാ സംഭവങ്ങളും അടങ്ങുന്ന ഒരു ടീമാണ് ശങ്കരനാരായണ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ മെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൈകൊട്ടിക്കളിയാണ്. അതിൻ്റെ തിരുവാതിരയും അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഇതുവരെ എൻ്റെ കൂടെ മുംബൈ വിശേഷങ്ങൾ പങ്കുവച്ചത് ടീം ശങ്കരനാരായണ മധുരംഗൈ വാഴ്മുരളി ഡാൻസ് ടീമാണ്. ഇവർ ഇനി ഇന്ത്യയിലും വിദേശത്തുമായി പരിപാടി അവതരിപ്പിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. പുതിയ വീഡിയോ വീണ്ടും കാണാം. ലതീഷ് കക്കാട്.